Since I am Minister for the welfare of the minority communities, I have come across numerous religious leaders and interacted with them. And in Kerala, many Christian organizations are associated with government and our party. So this is a courtesy call, and I have come here for a media business conclave. But in the meantime, I got opportunity to call on the Archbishop, and we had exchange of some ideas. I'll also say something. And in Kerala, I think now we could build up good confidence amongst the minorities, especially those who are smaller minorities. We are taking good care of them to ensure that everybody is equal. And there are 6 minority communities in India. You are well aware of it. Christians, Muslims. Muslims are the largest, and Christians, Sikhs, Buddhists, Jains and Parsis. Parsis are the smallest. Our intention is all the minority communities guaranteed some privileges and protection under Constitution will be given protection as per the spirit of the Constitution. If there are any deviation in any state, we will ensure that we take some corrective steps. So I have ensured the Archbishop that our government, Narendra Modi government, will ensure that Sabka Saath, Sabka Vikas, means taking along the confidence of everybody and for everyone. We will take care of all communities. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത്. മന്ത്രി പറഞ്ഞ പോലെ മന്ത്രി കോൺസ്റ്റിറ്റ്യൂഷണൽ സബ്കാ സാത്ത് സബ്കാ വികാസ് നമ്മുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. അതിനപ്പുറം 2 ചർച്ചയാണ്. ഒന്ന്, പിതാവ് ഒരു ആഗ്രഹിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു മൈക്രോ മൈനോറിറ്റി സ്റ്റേറ്റസ് കിട്ടണം. കാരണം മൈനോറിറ്റി റിസോഴ്സസും അതുപോലെ തന്നെ റിസർവേഷൻസിലും ഒരു മതത്തിന് മാത്രമാണ് റിസോഴ്സസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോ മൈനോറിറ്റീസിനൊരു ചർച്ച പരിഗണിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥന. അത് മിനിസ്റ്റർ റിജിജു പറഞ്ഞിട്ടുണ്ട്. അത് 100% ഞങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നു. അതിനെക്കുറിച്ച് ഒരു ഡെലിഗേഷൻ ഇന്ത്യയിൽ ഒരു ഡെലിഗേഷൻ ഒരു റെപ്രസെൻറ്റേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് ഡൽഹിയിൽ വേഗം പോകും. അതൊന്ന്. രണ്ടാമത്തത്, മാർപ്പാപ്പ പോപ്പ് ലിയോനെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അതും അദ്ദേഹം ഒരു അഭ്യർത്ഥന പാസ്സാക്കിയിട്ടുണ്ട്. മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് 100% ഗവൺമെൻറ് ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അത് ചെയ്യും എന്ന് അദ്ദേഹം ഒരു ഉറപ്പായിട്ട് തന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു കാക്കനാട് സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി. സെയിൻറ്റ് തോമസ് മൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടയിലിനെ കണ്ടു. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആവശ്യങ്ങൾ കേട്ടു. മൈക്രോ മൈനോറിറ്റി പദവി വേണമെന്ന സീറോ മലബാർ സഭയുടെ ആവശ്യം കൂടുതൽ ജാഗ്രതയോടെ മനസ്സിലാക്കി. എല്ലാം പരിഗണിക്കും എന്ന ഉറപ്പും നൽകി. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സഭാ നേതാക്കളെ കാണുന്നത്, ചേർത്ത് നിർത്തും എന്ന ഉറപ്പ് നൽകുന്നത്. മധ്യ കേരളത്തിൽ ചില പ്രതീക്ഷകൾ ഉണ്ട് BJPക്ക്. അതിൽ ക്രൈസ്തവ പിന്തുണ ഉറപ്പാക്കാനാണ് കേന്ദ്രമന്ത്രി ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. BJPയെ ചില ഇടങ്ങളിൽ എങ്കിലും പിന്തുണയ്ക്കുമോ ക്രൈസ്തവ വോട്ടുകൾ? കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ഫലം കാണുമോ? മധ്യ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ പുതിയ ഓഫീസ് തുറന്നു കഴിഞ്ഞു പാർട്ടി. ഈ ഉദ്യമത്തിൽ BJPയെ പിന്തുണയ്ക്കുമോ ക്രൈസ്തവ ന്യൂനപക്ഷം? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ശ്രീനിവാസൻ, അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീനിവാസൻ, ഇത് കേൾക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം എന്ന സന്ദേശം ലഭിക്കുന്നുണ്ടോ? ഞാൻ ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് കുറേ ആളുകൾ ആദ്യം കാത്തു നിൽക്കുന്നു. ഒന്നും നടക്കില്ല.
ക്രിസ്ത്യൻ മതത്തിന് ഇന്നും വോട്ട് കൊടുക്കില്ല ഈ പ്രാവശ്യം. അവര് അതിന്റെ ഉദാഹരണമാണല്ലോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. തെളിവ് കിട്ടിയ തിരുവനന്തപുരം ഒഴിച്ചും മറ്റുള്ള ജില്ലകളിലും ഒന്നും കിട്ടിയിട്ടില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കൂടി എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് ചേരാണ്. സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. സന്തോഷിലേക്ക് ഞാൻ വരാം. ശിവദാസൻ ബാലരാമപുരം, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. അതെ, BJP എന്ത് അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യൻ വോട്ട് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നില്ല, ഒരു കുറ്റപ്പടിയും കിട്ടുന്നില്ല. കാരണം ക്രിസ്ത്യൻ സമുദായത്തിന് ഉപദ്രവിക്കുന്ന ജനങ്ങളെ കാണുന്നത് ഇന്ത്യ എല്ലാ സ്റ്റേറ്റുകളിലും, കേരളത്തിലുൾപ്പെടെ. ഇനി ഇവിടെ നമ്മൾ ത്രിപുര ആക്കണ്ട, ആസാം ആക്കണ്ട, മണിപ്പൂർ ആക്കണ്ട, ഇവിടെ വോട്ട് കൊടുത്തോട്ടെ, ആരെ കൊടുത്തോട്ടെ, ജനങ്ങൾക്കറിയാം ആരും ഇവിടെ കൊടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാറേ അങ്ങനെ കൊടുക്കുമെന്ന്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിനുകുമാർ എന്നോടൊപ്പം ചേരുന്നത് ചടയമംഗലത്താണ്. ബിനുകുമാർ, ചുരുങ്ങിയ വാക്കുകൾ. അതായത് സാറേ, അവര് മാക്സിമം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കേന്ദ്ര മന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിൽ വന്ന് അവർക്ക് ഒരു ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പഴയ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞു. ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു പരിധിവരെ ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായ ആക്രമണം എന്നൊക്കെയുള്ള പ്രചരണം ഇനി എന്തായിരിക്കും? അപ്പൊ അതിന്റെയൊക്കെ ഒരു ഉത്തരം സാർ, അത് വടക്കേ ഇന്ത്യയിൽ ഒറ്റപ്പെട്ട ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അത് കേരളമായിട്ട് ബന്ധമില്ല. കേരളത്തിനെ അത് കൂട്ടി യോജിപ്പിക്കേണ്ടെന്ന് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ ജനതയ്ക്ക് നന്നായിട്ടറിയാം, വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യൻ ജനതയ്ക്ക് നന്നായിട്ടറിയാം. അതിനെല്ലാം ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകും. അത് ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഇതേ രീതിയിലുള്ള MLA-മാരെയും ഈ മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടിയ കണക്ക് കേന്ദ്ര പദ്ധതികൾക്കായിട്ട് നമുക്ക് MLA-മാരെയും MP-മാരെയും നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സാധ്യമാകുമെന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ ജനതയും മനസ്സിലാക്കിയിരിക്കുന്നു. പഴയതുപോലെയല്ല, നേതാക്കന്മാരിലും ഈ ചെറിയ പ്രാദേശിക നേതാക്കന്മാരിലും ഈ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കണക്കല്ല. ശരിക്കും BJP പ്രവർത്തകരും BJP നേതാക്കന്മാരും ഇപ്പം ഒരു മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഭാഗത്തിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും BJP-യിലേക്ക് വരുന്നുണ്ട്. BJP നേതാക്കന്മാർ എണ്ണമുണ്ട്, കേരളത്തിൽ എണ്ണമുണ്ട്. BJP നേതാക്കന്മാർ ഒരുപാട് പേര് ഇപ്പം നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. ആ മതത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ഈ അഖിലേന്ത്യാ തലത്തിലുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന്? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. നമസ്കാരമുണ്ട് സാറേ, പറയാൻ വിട്ടതാണ്. പിന്നെ മരിച്ച തൊഴിലാളികളെ കാര്യത്തിൽ ദുഃഖിക്കുന്നു, കോഴിക്കോട് മരിച്ച്. പിന്നെ പറയാൻ പോവുകയാണ്, ഈ ക്രിസ്ത്യൻ വലിയ ആൾക്കാർ പറഞ്ഞ ഞങ്ങൾക്ക് ഈ ഓര് ധരിക്കുന്ന കുപ്പായിട്ട് നടക്കാൻ തന്നെ പേടിയാണ് എന്ന് പറഞ്ഞു ഈ ഭരണകാലത്ത്. അപ്പോ പിന്നെ വേറെ മറ്റ് കാര്യങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരവിടെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി, ഓക്കെ, കൃത്യമാണ്. അപ്പൊ ഗോപകുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപകുമാർ, എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന അതാണ്, ഈ തുടരെ അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം വലിയ തോതിൽ അവരെ വിശ്വാസത്തിലെടുക്കുമോ എന്നൊരു സംശയമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഇവര് എല്ലാരും കൂടിയിട്ട് ഒന്നിച്ചിട്ട് അങ്ങോട്ട് കുത്തകയായിട്ട് എടുത്തിരിക്കുകയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിമും എല്ലാം BJP വിരുദ്ധാണ് പറഞ്ഞിട്ട് ഈ മഞ്ചേരി പുള്ളിക്കാരനൊക്കെ ഫുള്ളായിട്ട് ക്രിസ്ത്യാനിയോളി മുസ്ലിമിന്റെ ഫുള്ള് ഉത്തരവാദിത്തം മൂപ്പരങ്ങ് ഏറ്റെടുത്ത് അങ്ങോട്ട് പറയുകയാണ്. ഞാൻ അങ്ങനെ എല്ലാ ക്രിസ്ത്യൻസിനെയും എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ എല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ ആകെ മൊത്തം ഇന്ത്യയിലെ അല്ലെങ്കിൽ ടോട്ടൽ കേരളത്തിലെ എല്ലാവരും BJPക്ക് മാത്രമേ വോട്ട് ചെയ്യൂന്ന് ഞാൻ പറയില്ല. BJPക്ക് ഒരുപാട് നല്ല നേതാക്കന്മാര്, നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികൾ, ക്രിസ്ത്യനായാലും ശരി മുസ്ലിം ആയാലും ശരി. നമ്മൾ എന്തിനാ മതം മാറി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുവും എല്ലാം കൂടി ജനതാ പാർട്ടിയാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പാർത്ഥസാരഥി കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ പാർത്ഥസാരഥി. നമസ്കാരം. ശ്രീ പാർത്ഥസാരഥിയുമായി സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. ഓക്കെ. എനിക്ക് പറയാനുള്ളത്, ഇത് ഈ നമ്മളെ ഇതിനകത്ത് മതം കലർത്തേണ്ട കാര്യമുണ്ടോ എന്നാണ്. മതം ഇതിനകത്ത് വേണ്ട. നമുക്ക് രാഷ്ട്രീയം, പൊളിറ്റിക്സ്, അവര് പൊളിറ്റിക്സ് കളിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പൊളിറ്റിക്സ് അവര് ഏത് രീതിയിലും വോട്ട് നേടണം എന്നുള്ള രീതിയിലാണ് പൊളിറ്റീഷ്യന്മാര് പ്രവർത്തിക്കുന്നത്. ശരിയല്ലോ? ഇവിടെ വെറും വോട്ടാണ് ലക്ഷ്യം. ഇതിൽ ആത്മാർത്ഥത ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? ഒരു മനുഷ്യർക്കും ഈ പൊളിറ്റീഷ്യന്മാർക്ക് ഒരു ആത്മാർത്ഥതയില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ഈ മൈക്രോ മൈനോറിറ്റി എന്നൊക്കെ പദവി നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. ശ്രീ KG കുമാർ എന്നോടൊപ്പം ചേരുകയാണ് കൊട്ടാരക്കരയിൽ നിന്ന്. കുമാർ,
ഹലോ ആ ഹലോ നമസ്കാരം. ഹലോ യെസ് കേൾക്കാം. ആ അല്ല, ഈ ക്രൈസ്തവ വോട്ട് പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് BJP ഇപ്പോഴൊന്നും അല്ല, കുറെ നാളായിട്ട് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശ്രമം ഇങ്ങനെ തുടരുകയാണ്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അതിന്റെ ഗുണം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. ഒരു കാരണവശാലും 5 സീറ്റിൽ കുറയത്തില്ല. അതിൽ കൂടുതൽ 5-നും 10-നും ഇടയ്ക്കുള്ള സീറ്റ് കേരളത്തിൽ എന്തായാലും സാന്നിധ്യം അറിയിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഞാനിത് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ശ്രീ KG കുമാർ. നമ്മളിത് കഴിഞ്ഞാലും വിളിക്കണം. അപ്പൊ വിളിക്കുമല്ലോ. അപ്പൊ ഞാനിത് പറയാം 5-ഉം 10-ഉം അല്ലേ കുമാറും ശ്രീ KG കുമാർ 5-നും 10-നും ഇടയ്ക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളിലെ എല്ലാ വിഭാഗമൊന്നും അല്ല. ഈ പെന്തക്കോസ്റ്റൽ പോലുള്ള വിഭാഗങ്ങളാണ് ഈ ആക്രമിക്കേണ്ട കാര്യമുണ്ടോന്നേ. അല്ല നടക്കുന്ന. അതിപ്പം വേറൊരു കാര്യമുണ്ട്, എല്ലാത്തിനും വലിയ തലതിരിഞ്ഞ ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതില് ഈ ഇതുണ്ട്. അല്ലാതെ ഇവിടുത്തെ ഈ സാധാരണ ഓർത്തഡോക്സ് സഭയോ മാർത്തോമയോ അല്ലെങ്കിൽ ജാക്കോബായോ മലങ്കര സഭയോ അവരാരെങ്കിലും മതം മാറ്റാൻ ആരടുത്തെങ്കിലും പോകുന്നുണ്ടോ? ഇവിടെ ആരടുത്തെങ്കിലും വരുന്നുണ്ടോ? അവരൊന്നും അല്ല. ഇതൊക്കെ ഒരു പ്രത്യേക ഇതാണ്. കാര്യം അവര് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഞങ്ങൾക്ക് ഇനി 500 മുതലാളിയെ ഉള്ളു എന്നുള്ള ഒരു ഇത് അവർക്ക് അറിയാം. അതനുസരിച്ച് അവരും നീങ്ങുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഷിജു മേലെടുത്ത് ചേർന്നിട്ടുണ്ട്. അപ്പം മുനമ്പം പാർട്ട് 2 എന്നാണ് പറയുന്നത്. മുനമ്പത്ത് വീണ്ടും ആ സമരം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് കരുതുന്നത്. മലയാളീസ് വിൽ നെവർ ലേൺ എന്ന് പറയുന്നു. ശശിധരൻ പിള്ള എന്നോട് നമസ്കാരം പറയുന്നു. കിഷോർ കോന്നി നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രമോദ് നാണു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് 5% വോട്ട് BJPക്ക് കിട്ടുമെന്നാണ് പ്രമോദ് നാണു പറയുന്നത്. ശശി പിറവത്ത് നിന്ന് വിളിക്കുന്നു. ശശി 5% വോട്ട് കിട്ടുമെന്നൊരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു. കിട്ടുമോ ശശി? എനിക്കിത് കേൾക്കുമ്പോൾ ശരിയാ സാറേ. ഞാൻ വടക്കേ ഇന്ത്യയിൽ 10-15 വർഷം ഉണ്ടായിരുന്ന ആളാ. വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് വടക്കേ ഇന്ത്യയിൽ എവിടെ? വടക്കേ ഇന്ത്യ ഞാൻ കൽക്കട്ടയിലുണ്ടായിരുന്നു, ഒറീസയിലുണ്ടായിരുന്നു. മിക്കവാറും ടൂറൊക്കെ നടക്കുന്ന ആളായിരുന്നു. പക്ഷെ കേരളത്തിലെ സ്ഥിതി അല്ല വടക്കേ ഇന്ത്യയിൽ. കേരളത്തിൽ നമ്മള് ഈ പറയുന്ന മാതിരി ഒക്കെ അത് മനുഷ്യരെ പറയുന്നേ അത് മിസ്ലീഡ് ചെയ്യുകയാണ്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ 140 കോടി ജനങ്ങളുള്ളതില് നമ്മുടെ കേരളത്തിലൊഴിച്ച് മറ്റുള്ളവർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു? അവർ വിഡ്ഢികളാണോ? അവരും എഡ്യൂക്കേറ്റഡ് അല്ലേ? പിന്നെ സാറൊന്ന് കാണുക, നമ്മുടെ ഈ BJPയിലുള്ള നേതാക്കാരും ഇപ്പം ജോയിൻ ചെയ്യുന്നവരെല്ലാം ക്വാളിഫൈഡ് ആണ്. ദേ ആർ വെരി ക്വാളിഫൈഡ്. നോക്കണേ, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എല്ലാവരും വിഡ്ഢികളാണോ? നമുക്ക് കുറച്ചു പേരെ വിഡ്ഢിയാക്കാം, എന്നും ഒരാളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല. ഞാൻ വടക്കേന്ത്യ പലയിടത്തും അങ്ങ് പറയുന്നത് ക്വാളിഫൈഡ് ആയ ആളുകൾ BJPയിലേക്ക് വരുന്നത് നല്ല ലക്ഷണമായിട്ടാണ്. എന്താണ് അവർ പറയുന്നത്? അതെ, അവർക്ക് ചിന്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർ വിഡ്ഢികളാണോ? പിന്നെ ആളുകൾ അധികാരമുള്ളിടത്തേക്കാണ് ക്വാളിഫൈഡ് ആളുകൾ വരിക. കാരണം അവിടെയാണ് സ്വാധീനം, അപ്പൊ അവിടെയാണ് സാധ്യത. അപ്പൊ ഈ പല ഉന്നത ഉദ്യോഗസ്ഥത്തിലൊക്കെ ഇരുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടില്ലേ, വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ആളുകൾക്ക് പിന്നെ ഇറങ്ങിക്കഴിയുമ്പോൾ അധികാരമില്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പ്രബല പാർട്ടികളിൽ പോയി ഇപ്പോൾ CPMൽ പോയി പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടില്ല. താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചൊക്കെ വന്ന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് BJP എന്ന് കണ്ടു പോകുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പറയാനാകുമോ? ഇല്ലില്ല, അതൊരു ഫാക്ടറാണ്. സാർ പറഞ്ഞതിൽ അതൊരു ഫാക്ടറാണ്. ഇറ്റ്സ് ഓൺലി മൈനർ ഫാക്ടർ. പിന്നെ വടക്കേ ഇന്ത്യയെ സന്ദർശിക്കുമ്പം നമ്മുടെ ഡെവലപ്മെന്റ് കാണാൻ പറ്റും. ഇപ്പൊ UPയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശിക്കുന്ന ആളാ ടൂർ പോകുമ്പോഴേ. അന്നേരം ഞങ്ങൾ തന്നെ പറയും, ഇത് ഇവിടെ പറയുന്ന പോലല്ലോ, അവിടെ എന്തൊരു ഡെവലപ്മെന്റ് ആണ്. എന്നാ വഴിയിലൊരു അടിയും ബഹളവും ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ ബസ്സുകൾ, പിന്നെ നമ്മുടെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അവര് ഒരു മിതമായിട്ട് ഒരു സംസാരമൊക്കെയാണ്. എല്ലാവരും ഒരു കൂൾ മൈൻഡഡ് ആൾക്കാരാണ്. പിന്നെ എന്തോ ശാന്തമായി എവിടെ പോയപ്പോഴാണ് ഇത് കണ്ടത്? ഞാൻ ഈ അടുത്ത് ബീഹാറിലൂടെ ചെന്നപ്പോ അവിടെ പക്ഷേ ബീഹാർ വേറെ സാറേ. അവിടെ എഡ്യൂക്കേഷൻ ലെവൽ കുറവാണ്. ബീഹാർ എഡ്യൂക്കേഷൻ ലെവൽ കുറവാണ്. ഇപ്പൊ നമ്മൾ എന്തു പറയുന്നു അവർ അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കും. പിന്നെ ഒറീസ അങ്ങനായിരുന്നു, UP ഒരു കാലത്ത് അങ്ങനായിരുന്നു. പക്ഷെ ഇപ്പൊ വല്ലാതെ മാറി. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഭുവനേശ്വറിൽ ചെന്നിരുന്നു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭുവനേശ്വറിൽ പോവാണ്. അപ്പോൾ എൻ്റെ മോളെ അവിടെ ഒരു സ്ഥാപനത്തിൽ ആദ്യം അവിടെയാണ് ചേർന്നത്, നൈസർ. പിന്നെയാണ് ഐസറിലേക്ക് പോയത്. അപ്പോൾ അവിടെ അതിന് പോയതാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്നൊക്കെ ഈ ഡ്രൈവറോടൊന്ന് ചോദിക്കാമോ എന്നൊക്കെ. ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്ന ആൾ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോളൂ, എനിക്ക് മലയാളം അറിയാമെന്ന്.
അതാ ഒന്നാമത്തെ സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറൊരു സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ അയാൾക്ക് മലയാളം അറിയാം. അങ്ങനെ ഒറീസയിൽ കുറേ ആളുകൾക്ക് മലയാളം അറിയാം എന്നത് എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി കേട്ടോ. അവരൊക്കെ ഇവിടെ പല ജോലിക്കും വന്ന് ഇവിടുന്ന് ഈ മലയാളമൊക്കെ പഠിച്ചിരിക്കുകയാണ്. അതെ അതെ. പിന്നെ പല സ്ഥലത്തും കൽക്കട്ടയിലെ ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ ഇപ്പം പറഞ്ഞില്ലേ ഈ പിന്നെ നമ്മുടെ മതം മാറ്റം കാര്യം പറഞ്ഞില്ലേ, അത് ശരിയാണ്. അത് ഈ ട്രൈബൽ ഏരിയയിലാണ്, അല്ല സിറ്റിയിലൊന്നും അല്ല. ട്രൈബൽ ഏരിയയിൽ അത് നടന്നതാണ്, അത് സംഭവിച്ചത്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അതൊക്കെ നടക്കും. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് ഒരു ഫേവറിറ്റിസമാണ് കാണുന്നത്. അല്ലാതെ നമ്മളിവിടെ പറയുന്ന പോലെ അല്ല സാറേ. നമ്മളൊക്കെ അവിടെ മനുഷ്യർക്ക് ഉയർച്ച, പിന്നെ അല്ലെങ്കിൽ അവർ, ഞാൻ ചോദിച്ചില്ലേ ഇത്ര ആൾക്കാർ വിഡ്ഢികളാണോ, അതുകൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല, അതിൽ എനിക്ക് അത് വിഡ്ഢികളല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. കാരണം ഇവിടെ സാധ്യതകൾ അവിടെയാണ്, അധികാരം ആ സ്ഥലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അങ്ങ് ചേർന്ന് കളയാം എന്ന ആളുകൾ ചിന്തിച്ചാൽ അതിൽ തെറ്റില്ലല്ലോ. അല്ലാതെ ആശയം ഇതാ ഞാൻ ഈ ആശയത്തിൽ ആകൃഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൽ പോയ ഒരാളെ കാണിച്ചു തരാമോ? എല്ലാവരും പറയുന്നത് എന്താണ്, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വികസനത്തിനൊപ്പമാണ് എന്നല്ലാതെ BJP ആശയം മനസ്സിലാക്കിയാണ് ഞങ്ങൾ പോകുന്നതെന്ന് അവർ പറയുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ല, ആശയങ്ങൾ ചിലതൊക്കെ പാളിച്ചകളുണ്ട്, എന്നാലും എല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ തെറ്റാണെന്നേ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ പോകുന്ന വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളെല്ലാം പോയിട്ട് അവിടെ പറയുന്ന ഈ ആശയം ഞങ്ങൾക്ക് അത്രമാത്രം മഹത്തരമായി തോന്നി അതുകൊണ്ട് പോയി എന്ന് പറയുന്നില്ല. മറിച്ച് നരേന്ദ്രമോദി ഒരു വികസന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു, ഞങ്ങൾ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി മാറി നിന്നാൽ ഇവരും മാറുമോ? ഇപ്പൊ നമ്മൾ ശശി തരൂരിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ക്വാളിഫൈഡ് അറിവുള്ള ആളാണ്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ്, അല്ലേ? പക്ഷെ പുള്ളിയാണെങ്കിലും ചിലതൊക്കെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരാളൊരു 10 തീരുമാനം എടുത്താൽ ഒരു 7 ശരിയായാൽ മതി. നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ലേ? ഒരു 10 എടുത്താൽ ഒരു 7 ശരിയായാൽ നമ്മൾ ആളിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറേ നേരം സംസാരിക്കാൻ കഴിയും. അപ്പോൾ എന്നോടൊപ്പം പ്രസന്നൻ മാള കൂടി ചേരുന്നുണ്ട്. ഞാൻ ശ്രീ പ്രസന്നനിലേക്ക് വരാം. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് 10 മുതൽ 30 സീറ്റ് വരെയാണ് BJP ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്ലാഡിയേറ്റർ നമ്മുടെ പൊതുവേദിയിൽ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കാം. നമസ്കാരം, ആറ്റുകാൽ പൊങ്കാലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ഒരു നമ്മുടെ ജയകുമാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊങ്കാലി ഇന്ന് മഹോത്സവം തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ജയകുമാറിനെ പോലുള്ള ആളുകളൊക്കെ ആ ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശശിധരൻ പിള്ളை പറയുന്നു യാത്ര ചെയ്യാൻ വയ്യ, മനസ്സവിടെ എത്തും ജയകുമാർ എന്ന് പറയുന്നു. അപ്പോൾ മനസ്സുണ്ട്, പക്ഷേ യാത്ര ചെയ്യാനുള്ള ആരോഗ്യ പ്രശ്നമില്ലെന്ന് തോന്നുന്നു നമ്മുടെ ശശിധരൻ പിള്ളയ്ക്ക്. അല്ലെങ്കിൽ പൊങ്കാലിക്ക് പോകാൻ മഹോത്സവത്തിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ മനോജ് കുമാർ എന്നോട് പറയുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമോ എന്ന സംശയം ജനിച്ചപ്പോൾ അതെല്ലാം മാറിയില്ലേ? ആ സംശയം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറും എന്നാണ് മനോജ് കുമാർ പറയുന്നത്. അപ്പോൾ ശ്രീ പ്രസന്നൻ മാള തൃശ്ശൂരിൽ നിന്നാണല്ലോ. ശ്രീ പ്രസന്നൻ മാള, സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പലർക്കും. ഇപ്പോൾ ആ സംശയം മാറി. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് അടുക്കുമോ എന്ന് സംശയിക്കുന്നവർക്കൊക്കെ ഒരു മറുപടി കിട്ടുമെന്നാണ് മനോജ് കുമാർ എന്നൊരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അത് ശരിയാണോ? എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായേ പറ്റൂ. കുറെ കാലമൊന്നും ആരെയും തടഞ്ഞു നിർത്താൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ തന്നെ എന്തോരം ആൾക്കാർ മുമ്പ് ഇതിന്റെ ബിഗിനിങ്ങിൽ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ അതായത് ഒരുപാട് ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചാർന്നാണ്, നേതാക്കന്മാരാ ജയിലിലിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പതുക്കെ മാറി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു. എല്ലാ കാലത്തും ഈ BJPനെ തടഞ്ഞു നിർത്താനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. ഇവരിപ്പോ കൊച്ചു പിള്ളേരെ കോക്കാൻ വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ മറ്റു മതവിഭാഗങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും കേട്ടോ. എല്ലാ രാഷ്ട്രീയക്കാരും BJP വരും കേട്ടോ എന്ന് പറഞ്ഞ് തന്നെയാണ് വോട്ട് പിടിക്കണേ. അപ്പൊ അതൊക്കെ നാട്ടിലുള്ള കാര്യമാണ്. പിന്നെ ചില ആളുകൾ സംശയിക്കുന്നതിൽ ശരികളുണ്ട്, മുഴുവനും സംശയിക്കാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എനിക്ക് മുന്നേ സംസാരിച്ച ആള് പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്റെ പോയിന്റുകൾ പലതും അങ്ങയുടെ പോയിന്റുകളോട് യോജിക്കുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓടെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളോ ന്യൂനപക്ഷങ്ങളോ ആക്രമിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് ഞാൻ പക്ഷം പറയാം. പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അവിടെ ആക്രമിക്കുന്ന ആക്രമണങ്ങൾ, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നു, വീടുകൾ ആക്രമിക്കുന്നു, റീത്ത് വയ്ക്കുന്നു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ ദേ കണ്ടോ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അത് എല്ലാ കാലത്തും എല്ലാവർക്കും ഇത് നടക്കൊന്നുമില്ല. കുറെ കാലം വരുമ്പോ എല്ലാവരും മാറും. ഇപ്പൊ കോൺഗ്രസ് ആയാലും എല്ലാവരും ഇന്ന BJP മാറുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാവരും പറ്റിക്കാൻ ആർക്കും പറ്റില്ല. കുറെ കാലം കഴിയുമ്പോൾ മാറ്റങ്ങൾ വരും. അവർ നോക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ,
എത്രയോ ലോകരാഷ്ട്രങ്ങൾ മോദിയെ അംഗീകരിക്കുന്നു, അവാർഡുകൾ നൽകും, സർവോത്തമ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മോദിക്ക് കിട്ടുന്നു. 28 എന്നെ ഓർമ്മ ശരിയാണ്, 28 അവാർഡ് എങ്ങാണ്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഇതൊക്കെ മോശം സാഹചര്യമാണെങ്കിൽ ആരും കൊടുക്കൊന്നുമില്ല. അപ്പൊ അവര് ഇതൊക്കെ എംബസികളൊക്കെ ശരിക്കും വ്യക്തമായിട്ട് കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കാന്തപുരം കഴിഞ്ഞ പ്രാവശ്യം സന്ദർശിപ്പിച്ചപ്പോ മോദി പറഞ്ഞ കാന്തപുരത്തിന്റെ അഭിപ്രായം എനിക്ക് അതിനോട് യോജിക്കാനാണ് തോന്നിയത്. പിന്നെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എതിർ പാർട്ടികളെ, എതിർചേരികളെ ചെളിവാരി എറിയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ പതിയെ മാറി. ശരി, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ എൻ്റെ അടുത്ത പ്രാവശ്യം ഉമേഷാണ്, കോഴിക്കോടുകാരനാണ്. അദ്ദേഹം ഇതിനോട് യോജിക്കുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശ്രീ ഉമേഷേ, ഇത് മാറുന്നു എന്നാണ് അവർ പറയുന്നത്, അങ്ങ് യോജിക്കുമോ? നമസ്കാരം മനസ്സാറേ. നമസ്കാരം. പിന്നെ ഇതൊക്കെ ഇപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു BJPയുടെ തന്ത്രം മാത്രമാണ്. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. മിഷണറി വധവും അതുപോലെ തന്നെ കന്യാസ്ത്രീവധം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറയാൻ. അത് മാത്രമല്ല, മറ്റുള്ളവരൊക്കെ ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചപ്പോ അവിടെ ഭയങ്കര ഡെവലപ്പാണ് പറഞ്ഞത്. അവിടെയൊക്കെ ഭയങ്കര ഡെവലപ്പാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് തൊഴിലാളികളൊക്കെ അത്രയും ഡെവലപ്പാണെങ്കിൽ, ഡെവലപ്പ് എന്ന് പറയുന്നത് വെറും അവിടെയുള്ള കെട്ടിടങ്ങൾ മാത്രവും കെട്ടിടവും ജനങ്ങൾക്ക് ജീവിക്കാൻ ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുക എന്നല്ലേ ഡെവലപ്പിന്റെ മറ്റൊരു വശം. അതില്ലാലോ. പിന്നെ ഇതൊന്നും അല്ല, ഇതൊക്കെ പിന്നെ BJPയിൽ സുരേഷ് ഗോപി സാർ ജയിച്ച് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു ആ സമയത്തല്ല, ഇപ്പോഴല്ല. അതേ സുരേഷ് ഗോപി സാർ ഇന്ന് വീണ്ടും മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥം. എന്താണെന്ന് മതിയായി, അദ്ദേഹത്തെ കൊണ്ട് മതിയായതാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുകൊണ്ടുള്ള ഒരു കളിയാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രാജീവ് കൂടി എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്താണ്. ശ്രീ രാജീവ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഇപ്പൊ സംസാരിച്ചപ്പോ ആ കക്ഷി സാറേ, പുള്ളി കാന്തപുരത്തിന്റെ ആ വാർത്ത എന്ന് കേൾക്കാൻ വല്ലപ്പോഴും എടുത്തുനിന്ന് കേൾക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് കാര്യങ്ങള്. അപ്പൊ ഇവര് ചുമ്മാതെ പറഞ്ഞിട്ടൊക്കെ സാറേ, ഈ കോൺഗ്രസ്സുകാരും ഈ ഇടതുപക്ഷക്കാരും ചുമ്മാതെ ഈ വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനിയെ കൊല്ലും. ഇവിടെ ഞാൻ ചോദിച്ചിട്ട്, ഞങ്ങള് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് താമസിക്കുന്ന എനിക്ക് 56 വയസ്സുണ്ട്, ഇന്നേ വരെ ഞങ്ങൾ ആരെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല, അവരും ഞങ്ങളെയും പറഞ്ഞിട്ടില്ല. ചുമ്മാതെ ഇത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുമല്ലേ. പക്ഷേ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് അതില്ലാത്ത എവിടെയാന്ന് പറയാം, 7 കന്യാസ്ത്രീകളെ ജയിലിലടച്ചു. അപ്പൊ അതിനെതിരെ നമ്മുടെ ഇവിടുത്തെ തന്നെ BJPക്കാർ പോയി അവിടേക്ക്. ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചത്, ഹിന്ദുക്കളെ അടിച്ചു. അന്ന് വിചാരിച്ചു നമ്മളവരെ പോയി അടിച്ചൊല്ലാക്കൂ. അത് ചില ഭാഗങ്ങളിൽ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇവരിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും BJPക്ക് വോട്ട് ചെയ്താൽ ഇവര് പേടിച്ചു പോയി. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അത് കുഴപ്പം തന്നെ. അവരാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച പുള്ളി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കാന്തപുരത്തിന്റെ ആ പത്രസമ്മേളനം ഒന്ന് കേൾക്കാൻ പറഞ്ഞാൽ വല്ലപ്പോഴും എടുത്ത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ രാജേഷ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. രാജേഷ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാജേഷ് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. NK ബാബു കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. NK ബാബു. അതെ. NK ബാബു എവിടെയാ? കോഴിക്കോട് എവിടെയാ സ്ഥലം? കോഴിക്കോട് കായണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കായണ്ണ. എന്ത് ചെയ്യുന്നു അവിടെ? ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്വകാര്യ സ്ഥാപനത്തിലാണ്. അതെ. ഓക്കെ. അപ്പൊ ഇന്ന് ഓഫീസ് ഇല്ലേ? ഇന്നില്ല, ഇന്ന് ലീവായിരുന്നു. ലീവ് എടുത്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ് അല്ലേ? വീട്ടിലല്ല, മറ്റൊരു സ്ഥലത്താണ് ഉള്ളത്. അതെയാ? ഓക്കെ. അപ്പോൾ ഏതായാലും ആ ഒരു എന്തോ തിരക്ക് പിടിച്ച കാര്യത്തിനിടയിലും നമ്മുടെ പൊതുവേദി കാണാനും അതിൽ അഭിപ്രായം പറയാനും എടുത്ത ആ ഒരു സമയം ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇന്ന് ബോസ്, ഓഫീസിലെ മേലുദ്യോഗസ്ഥൻ ഇത് കാണുമോ? ഇവിടെ സുഖമില്ലെന്ന് പറഞ്ഞ് അവധിയെടുത്തയാൾ ഇവിടെ ഇരുന്ന് പൊതുവേദി കണ്ട് അഭിപ്രായം പറയുന്നതൊക്കെ കേൾക്കുമോ? സുഖമില്ലാത്ത കേസല്ല, ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നോക്കുമ്പോ ഇപ്പൊ ആ പരിപാടി കഴിഞ്ഞു. അതെ. ഓക്കെ. നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നിയമാനുസൃതമുള്ള ലീവാണ്. സാധാരണ ഈ ലീവ് എടുക്കുമ്പോൾ ആളുകൾ സുഖമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ TV ചിലപ്പോൾ ബോസ് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രീ ബാബു, ഈ ഇപ്പോ മൈക്രോ മൈനോറിറ്റി പദവി നൽകാം, മാർപ്പാപ്പയുടെ വരവിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ അംഗീകരിച്ചു കൊണ്ടുവരാം, അംഗീകരിക്കാം, പരിഗണിക്കാം എന്നൊരു ഇത് കിട്ടുമ്പോൾ
ഒരു BJP ന്യൂനപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുന്നുവെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അത് ഇടതായാലും വലതായാലും മധ്യത്തിലുള്ളതായാലും ഒക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ കാണുന്നതും സമീപിക്കുന്നതും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവരും ഓരോ ജാതിക്കും മതത്തിനും മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ അതാത് മതത്തിലോ ജാതിയിലോ പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് നേരത്തെയൊക്കെ പുരോഗമനവാദികൾ അല്ലെങ്കിൽ വിപ്ലവകാരികൾ എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാ എല്ലാവരും അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ അവരിലേക്ക് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വരാതിരിക്കാവുന്ന രീതിയിലുള്ള എല്ലാ പ്രചരണവും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഭയപ്പെടുത്തി നിർത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മറികടക്കാൻ നല്ലൊരു കാര്യം BJP അഥവാ മതേതരത്വം കുറവുള്ള പാർട്ടിയാണെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വ്യാപകമായി BJPയിലോട്ട് അങ്ങ് ചേർന്നാലും ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ഇവർ പറയുന്ന ആ കൺഫ്യൂഷനൊക്കെ ഇല്ലാതാവും. വ്യാപകമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും BJPയിൽ ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആശങ്കയൊന്നും ഇല്ലാതാവും. അപ്പോ സാധാരണ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒന്നായി തീരും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കുറെ ന്യൂനപക്ഷ വോട്ടുകൾ എന്തായാലും BJPക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പള്ളുരുത്തിയിൽ നിന്ന് പീതാംബരൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഈ നിലപാടിനെ ശ്രീ പീതാംബരൻ അംഗീകരിക്കുമോ? അത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. കാരണം കേൾക്കാം, പറയൂ. അതെ, ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമല്ലേ ഈ പറയുന്നത്. മണ്ണെണ്ണയും വെളിച്ചെണ്ണയും തമ്മിൽ ചേർന്നാൽ എന്തിനു കൊള്ളാം? മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒന്നിച്ച് ചേർന്നാൽ എന്തിനു കൊള്ളാം എന്ന് കൂടി ഒന്ന് നമ്മൾ പഠിക്കണം. കാരണം ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ഈ RSS എന്ന് പറഞ്ഞ സാധനം അവര് ഒരു വേഷം മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു പേജ് അവർ കാണുന്നില്ല. അവർക്ക് ഇപ്പൊ അധികാരം ഈ കേരളത്തിലേക്കൊന്ന് വരണമെന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ്. യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കില്ല. ജനങ്ങൾ തള്ളിക്കളയും. പിന്നെ മന്ത്രിമാർക്ക് വരാൻ പോവാം. അതല്ലേ അതിന്റെ ശരി. ഇവിടെ വന്നാലും നമ്മൾ സ്വീകരിക്കും. ന്യൂനപക്ഷ മന്ത്രിയാണ് വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, ആരും ന്യൂനപക്ഷ മന്ത്രിയാണെങ്കിലും അത് കയറിയിരിക്കുന്ന സ്ഥലം എവിടെയാണ് ജനാധിപത്യമാണോ? എന്തെല്ലാം നമ്മൾ കണ്ടുവിടാ. ബാബരി മസ്ജിദ് പൊളിച്ചു, കന്യാസ്ത്രീകളെ ആക്രമിച്ചു, ജയതിരിഞ്ഞ് താലക്കരയിലെ ആളുകളെ വരെ ആക്രമിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിക്കണം. ക്രൈസ്തവ വോട്ടുകൾ കണ്ട് അങ്ങനെ സ്വപ്നം കാണണ്ട BJP എന്നാണ് ശ്രീ പീതാംബരൻ പറയുന്നത്. അതല്ലെങ്കിൽ അവരുടെ ചിഹ്നം മാറ്റണം. താമര മാറ്റി കാളച്ചിഹ്നമാക്കണം. എന്താ ചെരുപ്പം ചെയ്യും? കാളയാക്കണം. ശരി, ഓക്കെ. അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ് പക്ഷേ ഇത് പീതാംബരൻ ചേട്ടനോട് സമ്മതിക്കില്ല. ശ്രീ പ്രദീപ്, താമര ചിഹ്നം മാറ്റേണ്ടി വരും, കാളച്ചിഹ്നം ആക്കിയാൽ മാത്രമേ ജനങ്ങൾ. പീതാംബരൻ ആള് പറഞ്ഞ കറക്റ്റാണ്. മണ്ണെണ്ണ പീതാംബരനും പിന്നെ കോൺഗ്രസ്മാനായിരിക്കും വിളിച്ചെണ്ണ. അതൊന്നും ചെയ്യില്ല. എന്റെ പൊന്നു മനു, ഇവിടെ 5-8 ക്രിസ്ത്യൻസ് BJP ചേർന്ന പിന്നെ ഞാൻ ചേർന്നത്. അതിന് ഞാൻ കോൺഗ്രസ്കാരനായിരുന്നു. അത് ശരി. അതെന്താ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ എന്താ കാരണം? ഇവരെ കൊണ്ട് ഒരു ഗുണമില്ല, ഒരു പ്രയോജനമില്ല. ചുമ്മാ പറ്റിപ്പിരി തന്നെ ഈ വെള്ളം കട്ടുവിട്ട് പേരായതിലേക്ക് നടക്കാൻ വേണ്ടിട്ട് ഒരു ഗുണമില്ല. ചുമ്മാ ഒരു പ്രയോജനം ആൾക്കാരെ പറ്റിക്കാനല്ലാണ്ട് മറ്റേ അത് കഷ്ടാക്കും. അവർക്ക് ഉണ്ടായിരിക്കും പീതാംബരന്റെ പാർട്ടിക്ക്. അവരെ മണ്ണെണ്ണ അവര് 2 രൂപ മണ്ണെണ്ണയും വെളിച്ചെണ്ണ വേറെ ആയിരുന്നില്ല. 10 സീറ്റിന് മോളിൽ കിട്ടും. നോക്കിയല്ലേ? ഓക്കെ. അപ്പൊ വിജയൻ എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വിജയൻ, നമസ്കാരം. അപ്പൊ ഒരു ചൂടേറിയ തർക്കം നടക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ BJPയുമായി അടുക്കില്ലെന്നാണ് ശ്രീ പീതാംബരൻ പറയുന്നത്. പക്ഷെ ശ്രീ വിജയൻ അടുക്കുമെന്നാണുള്ള വിശ്വാസക്കാരനാണ് അല്ലേ? ആണ്, ഉറപ്പായിട്ടും അവര് അടുക്കണമല്ലേ സാറേ. ഇത് കേരളത്തിൽ ഈ ഭരണം മാറി BJPയുടെ ഭരണം വരുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ഏത് കക്ഷിയായാലും ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അത് തന്നെയല്ലേ സാറേ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഇതേ സൈസ് ഒരു മുദ്രാവാക്യം പോലും ഇല്ലാത്ത ആളുകളാ വന്നിട്ട് വർഗീയ പാർട്ടിയാണ്, വർഗീയത എന്ന് പറയുന്നത്.
ഈ എവിടെ നോക്കിയാലും ഒന്നുകിൽ പാർട്ടിക്കാർക്ക്, അല്ലെങ്കിൽ കുടുംബക്കാർക്ക്, അല്ലെങ്കിൽ സ്വന്തക്കാർക്ക്, അല്ലെങ്കിൽ ഗുണ്ടകൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു പാർട്ടിയായിട്ട് മാറിയ പാർട്ടിക്കാരാവുന്ന ഈ ന്യായങ്ങളൊക്കെ പറയുന്നത്. ഇത് ഈ കേരളത്തിൽ ഞാനിപ്പോ ഇത്ര 10 വയസ്സായി ഞാൻ ഈ ജീവിച്ചിട്ട് ഞാൻ കാണുന്നില്ല ഇവിടെ ഒരു പ്രശ്നവും ക്രിസ്ത്യൻസിനും ഹിന്ദുവായിട്ടൊന്നും ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അടുത്ത ഇലക്ഷന് BJP തന്നെ അധികാരത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നത് 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കാമായിരുന്നു, അത് പരിഹസിച്ച് പറയുന്നതാണ്. അപ്പോൾ ശ്രീമതി ശാന്തകുമാരി ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. 1 മണിക്കൂർ സന്തോഷത്തോടു കൂടി ചെലവഴിക്കാൻ പൊതുവേദി വയ്ക്കുമ്പോൾ മനുവിനെ കാണാതാകുമ്പോൾ വിഷമം തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ സത്യത്തിൽ വലിയ സങ്കടം തോന്നുകയാണ്. അപ്പോൾ എന്നെ ഇത് ഒരു റിട്ടയർഡായ ഒരു ആളാണ് ഇത് പറയുന്നത്. 76 വയസ്സായി എന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയും എന്നെ കാണാതിരിക്കുമ്പോൾ വിഷമം തോന്നുകയും ചെയ്യുമ്പോൾ അത് സത്യത്തിൽ വളരെ സ്പർശിക്കുന്നൊരു വാക്കാണ്. പിന്നെ എന്നോട് പറയുന്നത് എല്ലാ പാർട്ടികളും മതനേതാക്കളെ കാണുന്നുണ്ടല്ലോ, BJPയും കാണട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ശ്രീമതി ശാന്തകുമാരിക്ക് എൻ്റെ ആശംസകൾ. എനിക്ക് കിട്ടിയൊരു നല്ലൊരു ഇന്നത്തെ വലിയൊരു ഊർജ്ജമാണ് ഈ വാക്കുകൾ. എന്നെ കാണാതാകുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ എന്നെ അറിയാത്ത എവിടെയോ മറ്റൊരു സ്ഥലത്തിരിക്കുന്ന എന്നെ അങ്ങനെ ഈ ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിക്കുന്ന ഒരാൾക്ക് എന്നോട് തോന്നുന്ന അടുപ്പം അങ്ങേയറ്റത്തെ ലാഭേച്ഛയില്ലാത്ത ആ അടുപ്പം അങ്ങേയറ്റത്തെ ഒരു സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നതാണ്. അപ്പോൾ AK കൃഷ്ണൻകുട്ടി എത്തിയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ AK കൃഷ്ണൻകുട്ടി നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വിചാരധാര ഇവർ തിരുത്തിയില്ലല്ലോ എന്നാണ്. ഓക്കെ, അപ്പോൾ S കുമാർ പറയുന്നത് മനുസാറെ ഏത് താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടാണ് വീണ ജോർജ് MLAയും മന്ത്രിയും ഒക്കെ ആയത് എന്നാണ്. അതൊരു ചോദ്യമാണ് കേട്ടോ. ഞാൻ പറയുന്നത് വലിയൊരു വിഭാഗത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ അതിലും ഉണ്ടാവും എബറേഷൻസ് ആർ നെവർ എക്സാമ്പിൾസ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, എനിക്കങ്ങനെ മുഴുവൻ അറിയില്ല. ഇനി അങ്ങയുടെ അഭിപ്രായം നേരെ തിരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വീണ ജോർജ് MLA ആയി മന്ത്രിയായി. ഓക്കെ, അവർ മാധ്യമ പ്രവർത്തകയായിരുന്നു അതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ AK കൃഷ്ണൻകുട്ടി പറയുന്നു EDയെ പേടി കാണും എന്നാണ് പറയുന്നത്. അത് ഈ പിതാവിനെക്കുറിച്ചാണോ എന്ന് എനിക്കറിയില്ല, റാഫേൽ പിതാവിനെക്കുറിച്ച്. ശശിധരൻ പിള്ളൈ വരാൻ നോക്കാൻ മറ്റേ അങ്ങോട്ട് ചെല്ലാൻ നമ്മുടെ പൊങ്കാല മഹോത്സവത്തിന് വരാനാണ് ശ്രീ ശശിധരൻ പിള്ളൈ ജയകുമാർ ക്ഷണിക്കുന്നത്. ക്ഷണിച്ചതിന് നന്ദി. നാളെ മുതൽ ഞങ്ങൾക്ക് ഉത്സവമാണ്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഉത്സവങ്ങളാണ്. ശശിധരൻ പിള്ളൈ ഒരു ഉത്സവത്തിലാണ്. സദാശിവൻ നായർ പറയുന്നു ഹായ് മനു, സുഖം തന്നെയല്ലേ? BJPയും വോട്ട് വിഹിതം കൂട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് നല്ല കാര്യം എന്ന് പറയുന്നു. ഷിജു മേലെടുത്ത് പറയുന്നു മോസ്റ്റ് ഓഫ് ദ ടീ സ്റ്റോൾസ് ടീ മേക്കേഴ്സ് ആർ ഫ്രം UP എന്നാണ് പറയുന്നത്. അതൊരു പ്രധാന ഒരു കാര്യമാണ്. പലയിടത്തും ചായ ഉണ്ടാക്കുന്നവർ അധികം UPക്കാരാണ്. അപ്പോൾ നമ്മൾ UP ചായയാണ് പ്രധാനമായി കുടിക്കുന്നത്. കേരളത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് കേരളീയർ പ്രവാസികളാകുന്നത് എന്ന് മോഹനൻ എന്നോട് ചോദിക്കുന്നു. മോഹനൻ ചോദിക്കുന്ന ആ ചോദ്യം ശരിയാണ്. കാരണം വേറൊരാൾ പറഞ്ഞല്ലോ അവിടെ വികസനം ഉണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വികസനം ഉണ്ടായതുകൊണ്ട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഇതുമായി ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശശിധരൻ VG പറയുന്നു മനുവിൻ്റേത് നിഷ്പക്ഷ നിലപാടുകനാണെന്ന് പറയുന്നു. അഭിനന്ദനങ്ങൾ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ശശിധരൻ VGക്ക് എൻ്റെ ആശംസകൾ, നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. എന്നെ ഇങ്ങനെ ആളുകൾ പൊഴുത്തി പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായി വളരെ സന്തോഷവാനാകും എന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അഷ്കർ എന്നോട് പറയുന്നത് ബീഹാറികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നവർ ആലോചിക്കണം. കേരളത്തിൽ ഭൂരിപക്ഷം കുട്ടികൾ പുറത്തു പോകുന്നത് എന്ത് പറയണം എന്ന് ചോദിക്കുന്നു. അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അത് ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുകയും തൊഴിലവസരങ്ങൾ കിട്ടുകയും മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അങ്ങ് മാറി പോവുകയാണ്. ഓക്കെ, അതിന് നമ്മളൊരു സംസ്ഥാനത്തെ കുറ്റം പറയേണ്ട. പിന്നെ പവർ ഓഫ് ED ആണ് ഈ അന്വേഷണം, ഇത് ക്രിസ്ത്യൻ സഭ സഹകരിക്കുന്നത് എന്ന് ഷിജു മേലെടുത്ത് എന്നോട് പറയുന്നു. Nothing wrong. As Union Minister, he can visit not only Christians, all minorities, which will help little bit in voting also. എന്ന് എന്നോട് ശിവദാസൻ TK പറയുന്നുണ്ട്. അപ്പോൾ സദാശിവൻ നായരും പറയുന്നു എല്ലാ പാർട്ടികളും ആരെ വേണമെങ്കിലും കണ്ട് ഭരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളട്ടെ, പിണറായി ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഷിജു മേലെടുത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ മുരളി നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. കേരളവും ബംഗാളാക്കണ്ട, പിന്നെ കത്തോലിക്ക സഭയ്ക്ക് ED പേടിയാണെന്ന് ഔറ എന്നോട് പറയുന്നു. അരുന്ധതി കോലംപറമ്പ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനുവിനും എല്ലാവർക്കും ആശംസകൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അരുന്ധതി. മുരളി എന്നോട് പറയുന്നു മനു നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, രാജു PV നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ കാന്തപുരം ആൻസിസ്റ്റേഴ്സ് വെർ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സ്, അതൊന്നും
ശരിയായ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഷിജു എഴുതിയിരിക്കുന്നത് ഞാനതിനെ അംഗീകരിക്കുന്നില്ല. ശശിധരൻ ബി ജി പറയുന്നു, വിലക്കുരം സ്ഥിരം നുണകൾ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി എന്നുകൂടി മനസ്സിലാക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. സുനിൽ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. സുനിൽ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം, ആഹാ. കടമ്പഴിപ്പുറത്ത് ഇപ്പോൾ വലിയ ഉത്സവം നടക്കുകയെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഉത്സവത്തിലൊക്കെ കാണാനൊക്കെ പോയോ? അതെ അതെ അതെ, കാണാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ന്യൂസ് കണ്ടോണ്ടിരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒന്ന് വിളിച്ചതാണ്. അപ്പൊ അവിടെ നിറയെ ആനകളൊക്കെ ഈ ഉത്സവത്തിന് അണിനിരക്കുമെന്നും അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഒരുപാട് ആനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മംഗലാംകുന്നിൽ നിന്നൊക്കെ ആനകൾ എത്തുന്നൊക്കെ എന്നോട് പറഞ്ഞു. മംഗലാംകുന്ന് ഒരുപാട് ആനകളുണ്ട്. മംഗലാംകുന്നാണല്ലോ നമ്മുടെ ഒരുപാട് ആനകളൊക്കെ ഉള്ള സ്ഥലം കേരളത്തില്. അപ്പൊ ആനപ്രേമിയാണോ ശ്രീ സുനിൽ? ആനപ്രേമിയാണോ ഒരു പരിധി വരെ. ഒരുപാടൊന്നുമില്ല, ആനയുടെ അടുത്തൊന്നും പോകില്ല. ദൂരെ നിന്നുള്ള പ്രേമമേ ഉള്ളൂ. അത് നല്ലതാ, ദൂരെ നിന്നുള്ള പ്രേമമാണ് നല്ലത്. പാവം ജീവികളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ വലിയ ഒരു ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി വരുന്നു, ന്യൂനപക്ഷ മന്ത്രിയാണ്. അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗങ്ങളെ കാണുന്നു. അത് സാധാരണ സംഭവം എന്ന രീതിയിൽ കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഒരു കേന്ദ്രമന്ത്രി വന്ന് സഭാസ്ഥാനത്തെത്തി ഒരു സഭാധ്യക്ഷനെ കാണുന്നു എന്ന് പറയുന്നതിൽ സുനിൽകുമാർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, അത് ഈ ഇലക്ഷൻ അടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇലക്ഷൻ അടുത്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ട് ഒരു നമ്മളെ ഒരു ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോഴത്തേക്കോ ഒരു സമുദായത്തിന് പോയിട്ട് ഒരു പള്ളിയിലൊരു അച്ഛനോ അമ്പലത്തിലൊരു പൂജാരിയോ അല്ലെങ്കിൽ നമ്മളെ പള്ളിയിലത്തെ ഒരു വേറെ ആരെങ്കിലോ ബന്ധപ്പെട്ട ആരെങ്കിലോ പറഞ്ഞുകൊണ്ട് ആ പള്ളിയിലത്തെ വിശ്വാസികളോ ആ അമ്പലത്തിന്റെ പരിസരത്തുള്ള വിശ്വാസികളോ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും സ്വന്തം നിലപാടുള്ള ആളുകളാണ്. ഒരു അമ്പലത്തിന്റെ പൂജാരി പറഞ്ഞുകൊണ്ട് ആ അമ്പലത്തിന്റെ താഴെ വരുന്ന എല്ലാ ആളുകളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ സമുദായത്തിനും, സമുദായം എന്ന് പറയുന്നില്ല, ജനങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു പള്ളിയിലത്തെ ഒരു അച്ഛൻ വന്ന് ആ അടുത്ത ദിവസം നമ്മള് അവിടെ ഒരു പ്രെയർ നടക്കുന്ന സമയത്ത് അവിടെ എല്ലായിടത്തും പറയാണ് നിങ്ങൾ അടുത്ത തവണ വോട്ട് ചെയ്യേണ്ടത് ഇവർക്കാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ലല്ലോ. പക്ഷേ ഈ എന്താണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഈ സമുദായ നേതാക്കളെ കാണുന്നു മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാൻ, എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവരും മണ്ടന്മാരാണ്. ഈ ബി ജെ പിക്കാരെ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞില്ല. ഏതൊരു കാര്യം ക്രിസ്ത്യൻസിന്റെ അവിടെ പോയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയാണ്, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയിട്ട് അവർ ഈഴവ സമുദായം, ഞാൻ ഈഴവ സമുദായക്കാരനാണ്, ഈഴവ സമുദായത്തില് എല്ലാവരെയും വോട്ട് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നുണ്ടോ? വെള്ളാപ്പള്ളിയുടെ വീട്ടിന്റെ വോട്ട് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള ഈഴവ സമുദായം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ എല്ലാ പ്രധാന ശ്രദ്ധയാണ്, ഒരു കാര്യമില്ലാത്തതാണ്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും. അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പൊതുവേദി പ്രേക്ഷകർ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉത്സവമാകുമ്പോൾ കുറെ പേരൊക്കെ ഉണ്ടാവില്ല, എല്ലാവർക്കും കുറെ പേര് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ന്യൂസ് ചാനലിലെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കണം. നല്ല ഗംഭീരമായിട്ട് ഉത്സവം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം അഹമ്മദ് ബാബയും കൂടി ചേരുന്നുണ്ട്. അഹമ്മദ് ബാബ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ശ്രീ അഹമ്മദ് ബാബ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി വന്നു കണ്ടു എന്നതിനെ വോട്ട് ലക്ഷ്യമാക്കി വന്ന് കണ്ടു എന്ന തരത്തിൽ നമ്മൾ വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണോ, അതോ വോട്ട് ലക്ഷ്യമാക്കി തന്നെ ആയിരിക്കുമോ വന്നിട്ടുണ്ടാവുക? 4 മണി മുതൽ 4:20 വരെയാണ് എന്റെ ന്യൂസ് 18 പൊതുവേദിയിലേക്ക് വിളിക്കുന്ന സമയം. ശരി. ഇപ്പൊ റംസാൻ ആയതുകൊണ്ട് സ്കൂളിന്റെ സമയം മാറ്റിയതുകൊണ്ട് പേരക്കിടാങ്ങളെ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരത്തെ എത്തി. അപ്പൊ ഇന്നിപ്പോ ട്രൈ ചെയ്ത പാടന്നെ കണക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ താങ്കളുടെ മറ്റേ മെസ്സേജുകളെ വായന ഇതൊക്കെ കൂടി കഴിഞ്ഞ് അങ്ങനെ പിടിച്ചു നിന്നതാണ്. നോമ്പെടുക്കുന്നുണ്ടോ? ഞാൻ നോമ്പെടുക്കുന്ന ആളാണ്. നോമ്പ് ഇവിടെ വലിയൊരു ഇത് ഇല്ലെങ്കിലും എനിക്ക് ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഉറങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടൊക്കെ നല്ല നോമ്പിനോട് വലിയ താല്പര്യമുള്ള ആളാണ്. പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവരിപ്പോ ഇവിടെ പോയി ഇതിപ്പോ ഈ സമയത്തൊക്കെ ചെയ്യുന്നത് എന്തിനാന്നുള്ളത് നല്ല നല്ല അറിവും വിവരവും ഒക്കെ ഉള്ള ആളുകളെ തന്നെയാണ് ഈ വോട്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അഹമ്മദ് ബാബനെ പോലെ വിവരമില്ലാത്ത ആളുകൾ ആരെങ്കിലും പോകുമ്പോ വിവരമുള്ളവര് പറഞ്ഞു തരും ഇന്ന കോലത്തിലാണ് ഇന്ന വിധത്തിലാണ് എന്നൊക്കെ.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധി ഒന്നുമല്ല എന്ന് പറഞ്ഞ ഒരു മഹാന്റെ പ്രതിനിധിയും ഇപ്പൊ ഇന്ന് ഈ ബഹുമാനപ്പെട്ട ബിഷപ്പിനെ കാണാൻ ചെന്ന കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഇവര് ക്രിസ്തീയ പള്ളികളില് ഇല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാരെയൊക്കെയാണ് അധികം പോയി കാണാൻ തുനിയുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോ പോയിട്ട് പ്രധാനമന്ത്രിനെ കണ്ടു വന്നതുകൊണ്ട് ഇനിയിപ്പോ പ്രധാനമന്ത്രിയോ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കേന്ദ്രമന്ത്രിയോ കാരന്തൂര് മർക്കസ് സന്ദർശിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒക്കെ പിന്നിൽ ഈ മതപുരോഹിതന്മാർക്കൊക്കെ ഇതിപ്പോ ഈ പുരോഹിതനെ മോശമാക്കിയിട്ട് പറയുന്നൊന്നുമില്ല. സമുദായത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചം കിട്ടുമോ എന്ന് ഉള്ള ഒരു രീതിയിൽ വന്നതാണെങ്കിൽ പോലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോയിട്ടുള്ളത് ശരിക്കും ED പേടിയോണ്ട് തന്നെയാണ്. അതിപ്പോ ഇവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. പക്ഷെ BJP അല്ല കേന്ദ്രം ഭരിക്കുന്നത്. BJP സ്വന്തമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന സ്ഥിതി ഇതാ. അത് രണ്ട് തൂണിൽ നിൽക്കുകയാണ്. ഏത് സമയത്തും മറിഞ്ഞു വീഴാൻ പറ്റുന്ന ഓഫർ തൂണുകളാണത്. അപ്പൊ ഇതുകൊണ്ടൊന്നും യാതൊരു വിധത്തിലൊരു കാര്യമില്ല. PC ജോർജ് പറഞ്ഞതൊന്നും അറിയില്ല. ഇന്നിപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയത് വാങ്ങിത്തന്നത് മഹാത്മാഗാന്ധി ഒന്നുമല്ല, അയാൾ ആരാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും യാതൊരു മെച്ചവുമില്ല. ഒരു വിധത്തിലും PR വർക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. ഏതായാലും സംസാരിക്കാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, സന്തോഷം. അപ്പോൾ താങ്ക് യു. അപ്പോൾ സജീവ് കുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നു കൂത്തുപറമ്പെന്ന്. സജീവേ, സഹോദരനൊക്കെ സുഖമായിരിക്കുന്നു സജീവേ? സുഖം മനസ്സാറേ. പിന്നെ ഇതെന്നാ സംഭവം എന്നറിയാവുക, കേരളത്തിലെ ജനങ്ങള് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിലായിരുന്നടാ. കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഇപ്പൊ എന്റെ നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞാൽ ഞാൻ ഏതും പാർട്ടിക്ക് വോട്ട് ചെയ്യുക. ആര് പറഞ്ഞ വോട്ട് ചെയ്യും? ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അവര് ആ രാഷ്ട്രീയത്തിനെ വോട്ട് ചെയ്യൂ. ശരി, ഓക്കെ. അല്ലാണ്ട് ഞങ്ങളിത് ഈ മതമേലധ്യക്ഷന്മാരെ വയ്യ പോയിട്ടോ അല്ലെങ്കിൽ അവരെ വയ്യ പോയിട്ടോ അങ്ങനെ ഇപ്പോ മനുവേട്ടന്റെ നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ മനുവേട്ടൻ അതേപോലെ വോട്ട് ചെയ്യുക. അല്ല, രാഷ്ട്രീയമായി നമ്മൾ ആര് നമുക്ക് നമ്മുടെ നാടിന് കൂടുതൽ ഗുണം ചെയ്യുന്നു അവരെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അതല്ലേ നോർത്ത് പോയിന്റ്. ശരി. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണ്ടതുകൊണ്ടാണ്. അപ്പോൾ സജീവ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മുരളി എന്നോട് പറയുന്നത് കേരളം ബംഗാളാക്കണ്ടെന്ന് പറയുന്നു. ജയകുമാർ എന്നോട് പറയുന്നത് കൃഷ്ണൻകുട്ടിയെ വരണം കേട്ടോ. ഏത് ഉത്സവത്തിന് ശ്രീ കൃഷ്ണൻകുട്ടിയെ വിളിക്കുന്നുണ്ട്, മണിമല്ലിയിലെ ശ്രീ കൃഷ്ണൻകുട്ടിയെ നമ്മുടെ പൊങ്കാല ഉത്സവത്തിന്. എല്ലാവരും ദിവസവും രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നു. മനു, നമ്മൾ ഒരു ദിവസം ഉത്സവം ചർച്ച വെച്ചാലും എല്ലായിടത്തെയും ഉത്സവത്തെപ്പറ്റി എല്ലാവരും പറയട്ടെ, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉത്സവത്തെക്കുറിച്ചും പറയാം, നമുക്കെല്ലാം പറയാലോ. നമുക്ക് ഇന്ന വിഷയം തന്നെ പറയണമെന്നില്ല. നമ്മൾ പൊതുവേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയല്ലേ. അപ്പം നമുക്ക് എന്ത് വിഷയം പറയണമെന്ന് തോന്നിയാലും പറയാം. എംസ്റ്റീൻ ഫയൽ ചർച്ച വേണമെന്നാണ് വേറെ ഒരു പ്രേക്ഷകൻ പറയുന്നത്. മിസ്റ്റർ MR അരോറയാണത്, ഔറ ആണ് എന്നോട് പറയുന്നത്. മുരളീധരൻ നായർ MN വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് മുരളീധരൻ നായർ MN. മനു നമസ്തേ. യൂട്യൂബിൽ കമൻറ്റ് ബോക്സ് കിട്ടാൻ താമസം, വേറൊരു കമൻറ്റ് ബോക്സാണ് പലപ്പോഴും കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഏതായാലും അങ്ങേക്ക് കിട്ടിയല്ലോ, അപ്പോൾ അത് കാണാൻ പറ്റി. അപ്പോൾ ചില പ്രേക്ഷകർ അങ്ങനെ ആണ്. അപ്പോൾ ഇത് ഈ എനിക്ക് മുരളീധരൻ നായരുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ചില ആളുകളെ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇവരെവിടെ പോയെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കും. അങ്ങനെ ഒരാളാണ് മുരളീധരൻ നായർ. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ആലത്തൂരിലെ മോഹൻദാസ്. അപ്പോൾ ഈ അടുത്ത് ഇന്ന് രാവിലെ ഞങ്ങളുടെ ഓഫീസിലെ ഒരു സഹപ്രവർത്തകൻ ഉണ്ണി അവിടെ ആലത്തൂർ വേറൊരു ഉത്സവത്തിന് ചെന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നമ്മുടെ പൊതുവേദി പ്രേക്ഷകൻ ഉണ്ണിയോട് പറഞ്ഞു ഇങ്ങനെ മനുവായിട്ട് സംസാരിക്കണം എന്ന് പറയുകയും ടെലിഫോൺ ചെയ്ത് എനിക്ക് തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനൊരു അവിടുത്തെ ആ പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു, നമ്മുടെ മോഹൻദാസ് ആലത്തൂർ സാർ എല്ലാ ദിവസവും നിങ്ങൾ മനു അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അതുപോലെ പേരുള്ള ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത ഞാൻ പത്രത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അത് കൺഫേം അല്ല എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഒരു വാർത്താ ചാനലിൽ സ്ഥിരീകരിക്കാത്തൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ സത്യത്തിൽ രാവിലെ വല്ലാതെ നടുങ്ങിപ്പോയി. ഇത്രയും അധികം ഞാൻ മോഹൻദാസ് ആലത്തൂരിനെ മിസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ട് എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ പറഞ്ഞ ആ കാര്യം ഒരു പക്ഷേ തെറ്റായൊരു ഇൻഫർമേഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോഹൻദാസ് ആലത്തൂർ എന്തുകൊണ്ടാണ് ഇത്രയും മാസങ്ങളായി വിളിക്കാത്തത് എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്.
അപ്പോൾ ആ വാർത്ത ഞാനിന്ന് രാവിലെ കേട്ടത് അതൊരു തെറ്റായ വാർത്തയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ചില മനുഷ്യരുണ്ടല്ലോ, എനിക്കങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഞാൻ വേറെ ഒന്നും അറിയില്ല, പക്ഷേ ഈ ടെലിഫോണിലൂടെ 4 മണിക്ക് സംസാരിച്ച ഈ ഒരു അടുപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ കുറേ നേരം നമുക്കൊരു ഇടവേള എടുക്കാം, ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. പ്രദീപ്, ഇവിടെ ഗുഡ് ഈവനിങ് ആണ്, അവിടെ ഗുഡ് മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതൊരു രണ്ട് രാജ്യത്തു നിന്നാകുമ്പോൾ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ട്. നമുക്ക് 6:30 ആയുള്ള അനിമോളി. അപ്പൊ അവിടെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം. എനിക്ക് കുറച്ച് ദിവസമായില്ലേ മിസ്റ്റർ മനു താങ്കളെ സംസാരിച്ചിട്ട്. അതെ, താങ്കള് ട്രാവലിലൊക്കെ ആയതെന്ന് പറഞ്ഞ് എനിവേ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്തതിന് നന്നായിരിക്കും തോന്നുന്നത്. അതെ അതെ. ഓക്കെ, ഗുഡ്. നോക്കൂ, ഞാൻ ഈ പൊതുവേദിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ അഹമ്മദ് ബാബ. കുറച്ചു നേരത്തെ വിളിച്ച കക്ഷിക്കാരൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ. പുള്ളിക്കാരൻ വസ്തുനിഷ്ഠമായ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ പിഴകുണ്ട്. അത് വേറെ ഒന്നുമല്ല, ക്ഷമിക്കണം. അത് എന്റെ അറിവോ പലരും അത് അറിയാന്നുള്ളതായിരിക്കും. സ്വാതന്ത്ര്യം വാങ്ങിച്ചു വന്നത് മഹാത്മാഗാന്ധി മാത്രമല്ല, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ധീര ദേശാഭിമാനികളുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ പുസ്തകങ്ങളിലും എഡ്യൂക്കേഷനിലെല്ലാം ഒരു കോൺഗ്രസ് പിന്നീട് വന്നതുകൊണ്ട് അവർ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നല്ലാതെ നമ്മൾ ബ്രിട്ടീഷ് ലൈബ്രറി എടുത്താലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ബ്രിട്ടീഷുകാർ അവർ തന്നെ എഴുതിയ പുസ്തകങ്ങളിൽ നമ്മുടെ ഒത്തിരി നേതാക്കന്മാർക്ക്, സുഭാഷ് ചന്ദ്രബോസ്, ഇനി ഞാൻ ഓരോരോ പേര് പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇവരൊരു ഭടനായ ഒരു വ്യക്തിക്ക് പോലും അതിൽ തക്കതായ പങ്കുണ്ട്. പിന്നെ മഹാത്മാഗാന്ധി സത്യാഗ്രഹവും അത്തരം അഹിംസാവാദിയായി നിന്നതുകൊണ്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എനിവേ, നമ്മുടെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ BJP ഇവരൊക്കെ പറയുന്നത് പോലെ ഒരു മുസ്ലിം വോട്ട് കൊണ്ടോ 90% ക്രിസ്ത്യാനിയുടെ വോട്ട് കൊണ്ടോ ഒന്നും BJPക്ക് ഒന്നും ഒരിക്കലും കേരളത്തിലൊന്നും വരാൻ പോണില്ല. കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ വോട്ട് കൂടെ തന്നെയായിരിക്കും. ഒരുപക്ഷെ മിക്കവാറും BJPക്ക് കുറച്ചൊക്കെ ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടും, അത് സത്യമാണ്. കാരണം അവർക്ക് അത് കിട്ടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പല ആൾക്കാരുടെ കൊണ്ടും അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയും കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർക്ക് BJPയോട് പ്രത്യേകിച്ച് ഒരു മമതയില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ തവണ ഞാൻ നമ്മുടെ കോർപ്പറേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന് വേണ്ടി വന്ന് ഞാൻ അവിടെ കുറെ പ്രവർത്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ച പല സ്ഥലങ്ങളിലും ക്രിസ്ത്യനിൽ നിന്നൊന്നും അങ്ങനെ വോട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്നില്ലേ എന്തുകൊണ്ട് BJP ജയിക്കണം എന്നുള്ളതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത് നാഷണൽ ന്യൂസ് വന്നിട്ടുണ്ട്. തീവ്രവാദികൾ ഇന്ത്യക്കകത്ത് അവിടെ ആയിട്ട് സ്ഫോടനം നടത്താൻ വേണ്ടി തീവ്രവാദികൾ അതിൽ പിടിക്കപ്പെട്ടവര് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും അതിൽ 2-3 പേര് കൊച്ചിയിൽ നിന്ന് പിടിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അത് കേട്ടില്ല, ശരിയാണോ മിസ്റ്റർ മനു? അത് നമുക്കത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും എത്ര പേരെ പിടിച്ചതായിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് BJP വരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം BJPക്ക് വോട്ട് ചെയ്യും. രാജ്യം സുരക്ഷിതമായിരിക്കണമെന്ന്, രാജ്യം മുന്നോട്ട് പോകണമെന്ന്, വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം. പിന്നെ നമ്മുടെ സുഹൃത്തിനെ കാണാനില്ല, ദീപു. പുള്ളിക്കാരൻ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദീപുവിന് ഫോൺ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു. ഏതായാലും നമ്മളൊക്കെ ദീപുവിനെ മിസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത ദീപുവിന് ഇപ്പോൾ ശനിയും ഞായറും മാത്രമേ പൊതുവേദി ലൈവായി കാണാൻ കഴിയൂ. അപ്പോൾ ആ ദിവസം അദ്ദേഹം ഇന്നലെ വിളിച്ചു, പക്ഷേ ഫോൺ കിട്ടിയില്ല എന്ന് തന്നെയാണ് എനിക്ക് മെസ്സേജ് ഇട്ടു. ഓക്കെ. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നു മോഹൻദാസ് ആലത്തൂരും പിന്നെ ഇപ്പോൾ കാണാത്തതിനെ കുറിച്ച് ജയകുമാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ കലഹിച്ച് പിന്നെ ഇഷ്ടപ്പെട്ട് പിന്നെ വലിയ തോതിൽ ഐക്യപ്പെട്ട് ഒടുവിൽ നമ്മളോട് പറയാതെ പോകുന്ന മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഭയങ്കര വൈകാരികമായി പോയി. ഏതായാലും ശ്രീ മോഹൻദാസ് ആലത്തൂരിൻ്റെ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്ക് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബിജു കോവിയ എന്നോട് പറയുന്നത് എൻ്റെ സംസാരം, പെരുമാറ്റം ഇതെല്ലാം നടൻ ബാലചന്ദ്ര മേനോനെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് ഉണ്ടായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ധാരാളം ബാലചന്ദ്ര മേനോൻ പടങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു കാരണം എൻ്റെ അമ്മ ഒരു വലിയ ബാലചന്ദ്ര മേനോൻ ഫാനായിരുന്നു. അങ്ങനെ ബാലചന്ദ്ര മേനോൻ ഫാനായിരുന്ന അമ്മ സിനിമയ്ക്ക് പോകുമ്പോൾ
നിർബന്ധിച്ച് എന്നെയും കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. കാരണം എനിക്ക് അന്ന് അത്ര ഇഷ്ടമെന്നുള്ള, എനിക്ക് കൂടുതലും ഫൈറ്റൊക്കെയുള്ള സിനിമകളായിരുന്നു ഇഷ്ടം. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. അവരിങ്ങനെ ബാലചന്ദ്ര മേനോൻ ഫാനായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പോയി ആയിരിക്കാം ഈ ബാലചന്ദ്ര മേനോൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു തലയാട്ടലും അതൊക്കെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ എന്നോട് മതം പുരോഹിതനെ കാണുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ എന്ന് എന്നോട് മോഹൻദാസ് ചോദിക്കുന്നു. അപ്പോൾ മോഹൻദാസ് എവിടുന്നാണ്? ഇപ്പോൾ മോഹൻദാസിൻ്റെ കാര്യം പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചെറുതൊരു ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ ഈ മോഹൻദാസ് എവിടെ നിന്നാണാവോ നമുക്ക് മെസ്സേജ് അയക്കുന്നത്? അപ്പോൾ ആലത്തൂരിലെ മോഹൻദാസിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. തിലകനെ മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷുവറാണ്, ഇങ്ങനെ പല ആളുകളും നമ്മളോട് നിരന്തരം സംസാരിക്കുകയും ഒരു ദിവസം ഒന്നും പറയാതെ പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൂന്യത അത് വളരെ വളരെ വലുതാണ്. അപ്പോൾ മതനേതാക്കൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്, വെയിറ്റ് ആൻഡ് സീ എന്ന് എന്നോട് ബാബുരാജൻ പറയുന്നു. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. നമസ്കാരം. ബാലചന്ദ്രമേനോന്റെ ഫാനാണല്ലേ? ബാലചന്ദ്രമേനോന്റെ ഫാനാണല്ലേ? അല്ല, ഞാൻ ബാലചന്ദ്രമേനോന്റെ ഫാൻ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ധാരാളം സിനിമ കാണേണ്ടി വന്നു. എൻ്റെ അമ്മ നിർബന്ധിച്ച് എന്നെയും കൂടെ കൊണ്ടുപോകുമ്പോഴേ. അപ്പം ഞാൻ ഒരുപക്ഷെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നറിയില്ല. അതിൽ വേറൊരു ഒരു രസകരമായൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചി ഓഫീസിൽ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാലചന്ദ്ര മേനോൻ ഓഫീസിലേക്ക് കയറി വന്നു. ഞാൻ ആകെ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ എന്നോട് ചോദിച്ചു, അപ്പോൾ ഇൻ്റർവ്യൂ എവിടെയാണ് എന്ന് ചോദിച്ചു. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ബ്യൂറോ ഒരു സ്ഥലത്തും മെയിൻ സ്റ്റുഡിയോ ഒരു സ്ഥലത്തുമാണ്. ഞാൻ ബ്യൂറോയിലാണ് ഉണ്ടായിരുന്നത്. വളരെ രാവിലെ ആയിരുന്നു, ഒരു 7 മണിക്കാണ്. ആക്ച്വലി ബാലചന്ദ്ര മേനോൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ തീരുമാനിച്ചിരുന്നത് ഇന്നത്തെ മന്ത്രിയായ വീണോ ജോർജ് ആയിരുന്നു. അവരത് വേണ്ടി വേറൊരു കലൂരിലൊരു സ്ഥലത്താണ് അത് അറേഞ്ച് ചെയ്തിരുന്നത്. ആ വന്ന വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു കലൂരിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തെറ്റിയാണ് ഞങ്ങളുടെ ഓഫീസിൽ വന്നത്. ഏതായാലും അങ്ങനെ വന്ന് പിന്നെ ഞാൻ അദ്ദേഹത്തിനെ അത് അന്വേഷിച്ച് അവിടെ കൊണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വലിയൊരു ഒരു മെമ്മറി അങ്ങനെയുണ്ട്. അതൊരു തമാശത്തിൻ്റെ ഇടയിൽ ഞാൻ ഓർത്തു പോവുകയും അവിടെ എത്തിയിട്ട് ബാലചന്ദ്ര മേനോൻ വീണയോട് പറഞ്ഞു എന്നാണ് പിന്നെ വീണ എന്നോട് പറഞ്ഞത്. അതായത് ഞാൻ വഴിതെറ്റി അവിടെ പോയി, എന്നെ ആ തെറ്റി അങ്ങോട്ട് അയച്ച ഒരാൾ നിങ്ങളുടെ ഓഫീസിലെ ആളായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരാൾ എന്നെ ഈ ആശങ്കയൊന്നും ഇല്ലാത്ത പോലെ വരൂ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി. എന്നിട്ട് പിന്നെ ആ ഇൻ്റർവ്യൂ ഇവിടെയാണ് നടക്കുന്നത് എന്നൊക്കെ പിന്നെ പതുക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തന്നു. പക്ഷേ വേറെ ഒരാളായിരുന്നെങ്കിൽ ഇവിടെ ഏത് ഇൻ്റർവ്യൂ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയതിനെ അയാൾ അത് ചെയ്തില്ല എന്ന് എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറയുകയും അതിനോടൊപ്പം ഇതെൻ്റെ സെറ്റിലായിരുന്നെങ്കിൽ ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയും ചെയ്യുന്നതാണ് പറഞ്ഞു. ശരി, അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ പോയ കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം ഈ എന്താ മൈക്രോ മൈനോറിറ്റിയോ? മൈക്രോ മൈനോറിറ്റി ആക്കാന്നാ പറയുന്നത്. ഇതൊരു പുതിയ ടൈമാണല്ലോ ഈ മൈക്രോ മൈനോറിറ്റി. ജനസംഖ്യയിൽ വളരെ കുറഞ്ഞൊരു വിഭാഗം എന്ന നിലയിൽ കൂടുതൽ പരിഗണന കിട്ടണം എന്ന് പറഞ്ഞാൽ സംഘികൾ പറയുന്നത്, ഇവരോട് പറയുന്നത് നിങ്ങൾ ഉറുമ്പിന് സമാനമാണ്, നിങ്ങളൊന്നുമല്ല തൃണമാണെന്നാണ് പറയുന്നത്. മൈക്രോ അല്ല, അത് അവരാണ് ആവശ്യപ്പെടുന്നത്, ഇവരങ്ങോട്ട് പറയല്ല, അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. അവരങ്ങനെ ഒരു ടേം ഉണ്ടാക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ ഉണ്ടാക്കുന്നവരും അതിനെ ആശ്രയിക്കുന്നവരൊക്കെ ചിന്തിക്കാത്തത് എന്താണ്? ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ മനസ്സിലാക്കാതെയാണോ അറിയാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് മൈക്രോ മൈനോറിറ്റി എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ അമ്പലത്തിലെ മെയിൻ പൂജ കഴിഞ്ഞ് നിവേദ്യം എല്ലാം കഴിഞ്ഞ് ഈ പൂജാരിമാർ ഈ ദ്രവ്യങ്ങളുമായി അമ്പലത്തിന് പുറത്ത് വരും, കണ്ടിട്ടില്ലേ? എന്നിട്ട് ഈ അമ്പലത്തിന് ചുറ്റും നടന്ന് അവിടെ ഇരിക്കുന്ന കുറെ ബലിക്കല്ലുകളുണ്ട്, ചതുരത്തിലൊക്കെ ലോഹം കൊണ്ടുണ്ടാക്കിയതും കല്ലുകൊണ്ടുണ്ടാക്കിയതുണ്ട്. അതിലേക്ക് അന്നം ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടില്ലേ? അതായത് അമ്പലത്തിലെ മെയിൻ ഡയറ്റിയുടെ ഭൂതഗണങ്ങളാണ് ഈ ചുറ്റുമിരിക്കുന്ന കല്ലുകളിലിരിക്കുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ ശക്തികൾ എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഈ പൂജാരികൾ ഈ സാധനം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്, ആ കല്ലിലോട്ട് എറിയാണ് ചെയ്യുന്നത് ഭൂതഗണങ്ങൾക്ക്. അമ്പലത്തിലെ ദൈവത്തിന് നിവേദ്യം കൊടുക്കുന്നത് ഒരു ഇടത് കൈ വലത് കൈയുടെ മുട്ടിൽ താങ്ങി പിടിച്ചിട്ട് കൈ മലർത്തിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതേസമയത്ത് പുറത്തിരിക്കുന്ന ഈ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാ? എറിഞ്ഞു കൊടുക്കുക. വിഷയത്തിലേക്ക് വന്നതിലെ 1 മിനിറ്റും കൂടെ ഉള്ളത് അവസാനിക്കാറ്. അതായത് ഈ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്നവർ മനസ്സിലാക്കണം, ഇങ്ങനെ ഈ സൗജന്യം കിട്ടി ജീവിക്കേണ്ടവരല്ല ഇവിടുത്തെ മൈനോറിറ്റികള്. അവർക്ക് മറ്റുള്ള സമൂഹങ്ങളെ പോലെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു രാജ്യമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും എറിഞ്ഞു തരുന്ന വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് തുല്യതയ്ക്ക് അവകാശം ഇല്ലാന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന സംഭവമാണ് നടക്കുന്നത്. അത് ഇവർ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഈ സംഖ്യകൾക്ക് പുറകെ ഒരു പിന്നാലെ പോകാനും പാടില്ല. ഇടിയെ പേടിയുള്ള ആരെങ്കിലും ഇടയന്മാർ ഈ കുഞ്ഞാടുകളെ അങ്ങോട്ട് നയിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടാവും.
പക്ഷെ ഇവരൊന്നും അതിൽ പുറകെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അപകടമാണ് വരാൻ പോകുന്നതെന്നാണ് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് അപ്പോൾ നമുക്കിത് നിർത്തേണ്ടി വന്നത്. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. അപ്പോൾ പ്രേക്ഷകർ ഈ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാനാകുമെന്ന് ചോദിച്ചപ്പോൾ 39% പേർ അത് ഉറപ്പിക്കാം എന്ന് പറയുമ്പോൾ 61% ആളുകൾ ഉറപ്പിക്കേണ്ട എന്ന നിലപാടാണ് എടുക്കുന്നത്. ഏതായാലും മതന്യൂനപക്ഷങ്ങൾ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാർ മാത്രമല്ല, അവർ ഒരു രാജ്യത്തിൻ്റെ സമാന അവകാശമുള്ള പൗരന്മാരാണ്. അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തോടെ കേൾക്കുന്നു എന്നത് നല്ലതാണ്. അത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഉറപ്പാക്കും എന്നതും നമുക്കറിയാം. ഓരോ സമൂഹവും സുരക്ഷിതമായി തോന്നുന്നിടത്താണ് ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ ശക്തമാകുന്നത്. ഓരോ പൗരൻ്റെ വിശ്വാസവും ഉറപ്പാക്കുന്ന രാഷ്ട്രീയമാണ് ശക്തമായ ജനാധിപത്യം. ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുമ്പോൾ രാജ്യം കൂടുതൽ വേഗതയിൽ മുന്നേറും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.